ഹായ്. ഈ വർഷം KTUയുടെ അണ്ടറിൽ വരുന്ന കോളേജസിലെ മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസിൽ ജോയിൻ ചെയ്തവർക്ക്, അതായത് ഗ്രൂപ്പ് സി ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തവർക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ആദ്യം വരുന്ന ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള മാത്സ് ആണ്. എഞ്ചിനീയറിംഗ് മാത്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിന്റെ ബാക്ക് ബോൺ ആണ്. അപ്പോൾ നിങ്ങൾ അത്രയും നന്നായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് മാത്സ്. നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചതിന്റെ കുറച്ചും കൂടെ ഹയർ ആയിട്ടായിരിക്കും എഞ്ചിനീയറിംഗ് മാത്സ് വരുന്നത്. അടുത്തത് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി. അപ്പൊ അതിൽ ഫിസിക്സ് നമുക്ക് S1 ഫിസിക്സ് ആണ് പഠിക്കണമെങ്കിൽ S2 കെമിസ്ട്രി ആയിരിക്കും. S1 കെമിസ്ട്രി ആണെങ്കിൽ S2 ഫിസിക്സ് ആയിരിക്കും. അത് നിങ്ങൾ കോളേജ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുക ഏത് സെമിസ്റ്ററിലാണ് വരുന്നത് എന്നുള്ളത്. അടുത്ത പേപ്പർ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പ് സിക്കാർക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സും എഞ്ചിനീയറിംഗ് മാത്സ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അടുത്തത് ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ്. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെയും സിവിൽ എഞ്ചിനീയറിംഗിന്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ പഠിക്കുന്ന രണ്ട് പാർട്ടായിട്ടാണ് വരിക. അപ്പോൾ അടുത്ത സബ്ജക്ട് വരുന്നത് അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തോൺ ആണ്. ഇത് പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ പഴയ പോലെയല്ല, പണ്ടൊക്കെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നവർക്ക് മാത്രമേ കാര്യമായിട്ട് പ്രോഗ്രാമിംഗ് പഠിക്കാനുണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പൊ പക്ഷേ നമുക്ക് ഏത് ബ്രാഞ്ചസ് എടുത്താലും നമുക്ക് ഈ പ്രോഗ്രാമിംഗിന്റെ ബേസിക്സ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തോൺ എന്ന് പറയുന്നത്. സോ ആ ഒരു പേപ്പർ, ഇത്രയും പേപ്പേഴ്സ് ആണ് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം വരുന്ന തിയറി പേപ്പേഴ്സ്. പിന്നെ നമുക്ക് വരുന്ന ഒരു വർക്ക്ഷോപ്പ് ആണ്, എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്. പിന്നെ ലൈഫ് സ്കിൽസിന്റെ ഒരു പേപ്പറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് S1 പഠിക്കാനായിട്ട് വരുന്നത്. ഇനി ഇതേപോലെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്